നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് അവർക്കുള്ള സ്നേഹം ആത്മാർത്ഥതയുള്ളതാണോ അല്ലയോ എന്നാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. വളരെ കുറച്ച് പേർക്ക് ഇപ്പൊ കാണുന്നവരിൽ ഒരു 5 10 15 പേർക്ക്, പെർസെൻറ്റേജ് വൈസ് ഒന്നും ഞാൻ പറയുന്നില്ല, കാണുന്നവരിൽ കുറച്ച് പേർക്കെങ്കിലും ഈ പറയുന്ന ഇതിൽ ആത്മാർത്ഥമായിട്ടാണോ ആ പേഴ്സൺ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്നുത്തരമാണ്. കാരണം ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ ആരെങ്കിലുമൊക്കെ ഒരു കൂടെ വേണം, അത്രയേ ഉള്ളൂ എന്നതാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങളെ കൊണ്ട് ആ ഒരു പേഴ്സണ് ആത്മാർത്ഥമുള്ള സ്നേഹമല്ല, നിങ്ങളെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആ പേഴ്സണ് സാധിച്ച് കിട്ടുന്നുണ്ടായിരിക്കാം. മേ ബി ഫിനാൻഷ്യലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ എപ്പോഴും എന്താ പറയുക, ഒന്ന് ഫോണിലൂടെ സംസാരിച്ചിരിക്കാനൊരു പേഴ്സൺ, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ നിറവേറ്റി കൊണ്ടുപോകാനുള്ളൊരു ആള് എന്നുള്ള രീതിയിൽ മാത്രമാണ് കുറച്ച് പേർക്കെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. അവരുമായിട്ട് അധികം നിങ്ങൾ കോണ്ടാക്റ്റിൽ എത്രയൊക്കെ സ്നേഹം ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങൾ കാണിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ പകുതി പോലും അവർക്ക് ഇങ്ങോട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പേഴ്സൺസ്, നിങ്ങൾക്കത് ഓൾറെഡി മനസ്സിലാവുന്നുണ്ടായിരിക്കും, നിങ്ങളെ വളരെയധികം ചൂഷണം ചെയ്യുന്നവരാണ് അവർ. എന്താ പറയുക, നിങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫിനാൻഷ്യലി ആണെങ്കിലും മറ്റെന്തെങ്കിലും, അല്ലെങ്കിൽ ഒരു കാര്യത്തിന്, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ളൊരു ഒരു പേഴ്സൺ, ഒരു സൈഡിൽ, അത്രയേ ഉള്ളൂ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. കുറച്ച് പേർക്കെങ്കിലും, എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക്. ഓക്കെ, ബാക്കി കുറച്ച് പേർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വളരെയധികം ആത്മാർത്ഥത വെച്ച് പുലർത്തുന്നവരാണ്. ഈ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ അവർക്ക് അത്ര കണ്ടൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നെ പോകെ പോകെ അവർക്ക് ആ ഒരു റിലേഷൻഷിപ്പിൽ, നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ വിട്ട് പിരിയാൻ പറ്റാത്ത രീതിയിൽ നിങ്ങൾ രണ്ടുപേരും അടുത്ത് പോയതായിട്ടാണ് കാണുന്നത്. രണ്ടുപേർക്കും ഇപ്പോൾ ആ ഒരു പേഴ്സൺ ആണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും വിട്ടു പോകാൻ പറ്റാത്ത വിധം ഒരു സ്നേഹം അല്ലെങ്കിൽ ആത്മാർത്ഥത ഇതിൽ വന്നുപോയി. കാരണം എന്തൊക്കെ തന്നെ ആയാലും ഈ ഒരു ബന്ധം ഉപേക്ഷിക്കില്ല എന്നുള്ളത്, നിങ്ങൾ എത്രയൊക്കെ അകന്നു പോയാലും നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കാം. ഇതൊരിക്കലും അവസാനിക്കില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ നിങ്ങൾ വീണ്ടും ഒരു റിലേഷൻഷിപ്പിൽ വരികയോ അല്ലെങ്കിൽ കോണ്ടാക്റ്റിൽ വരികയും ചെയ്യും എന്നുള്ളത്. അപ്പോൾ നോ കോണ്ടാക്റ്റിലുള്ളവർക്കാണെങ്കിലും നിങ്ങൾ ഒട്ടുകൊണ്ടും, നിങ്ങൾ എന്തായാലും ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പേഴ്സൻ്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം എത്രയൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെങ്കിലും, എത്രയൊക്കെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടാലും, അല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും എഗെയിൻ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലേക്ക് നിങ്ങൾ വീണ്ടും തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിനും അറിയാം, നിങ്ങൾക്കും അറിയുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ആദ്യമായിട്ടൊന്നും സംഭവിക്കുന്ന കാര്യമായിരിക്കില്ല. അതാണ് എനിക്ക് ഓവറോൾ ഇവിടെ കാണുന്നത്. എന്തായാലും ഇവിടെ ഒരു റീയൂണിയൻ ഉണ്ട്. ആ ഒരു പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ ഒരു റീയൂണിയൻ എത്രയും പെട്ടെന്ന് ഉണ്ടാവണം എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇവിടെ പ്രാർത്ഥിക്കുന്നുണ്ട്. കാരണം ഇവിടെ 4 ഓഫ് സോർഡ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങളെ മനസ്സിൽ വിചാരിച്ച് നിൽക്കുന്നുണ്ട്. കുറച്ച് പേർക്കെങ്കിലും ഒരു ഈഗോ കാരണം വരണോ വേണ്ടോ, നിങ്ങളെ കോൺടാക്ട് ചെയ്യണോ വേണ്ടോ എന്നുള്ളൊരു ഇതിൽ നിൽക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ ഓൾറെഡി മാരീഡ് ആയിരിക്കാം, പക്ഷേ അവർക്ക് എന്താ പറയുക, വേറൊരു ഫാമിലി ഉണ്ടെങ്കിൽ പോലും നിങ്ങളിലാണ് അവർ സന്തോഷം കണ്ടെത്തുന്നത്. നിങ്ങളുടെ കൂടെയുള്ളൊരു നിമിഷങ്ങളിലാണ് അവർ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തിട്ടുള്ളതെന്നാണ് കാണുന്നത്. നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കാം. ഒരുപാട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം ഇയാൾ. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും, ഫാമിലിയിലാണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും, നിങ്ങൾക്ക് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൻ്റെ അടുത്തെല്ലാം തുറന്നു പറയുമ്പോൾ കിട്ടുന്ന ഒരു ആശ്വാസം, അല്ലെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറയാനായിട്ട്, ചെറുതാണെങ്കിലും ഒരു സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്കതൊരു വലിയ കാര്യമായിരിക്കും. അതുപോലെ തന്നെയാണ് ആ ഒരു പേഴ്സൻ്റെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ പേഴ്സണിൻ്റെ പണ്ടത്തെ കാലങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളും ഇനി മുന്നോട്ടുള്ള അവരുടെ ഫ്യൂച്ചർ പ്ലാനുകളൊക്കെ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യുമ്പോൾ, ചിലപ്പോൾ നിങ്ങൾ അവരെ കേൾക്കാനായിട്ട് ഇരിക്കുന്നുണ്ടായിരിക്കാം. അവരുടെ ഫാമിലിയുള്ളവർ, അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫാമിലിയുള്ള ഫ്രണ്ട്സ് സർക്കിളിലോ ഫാമിലിയുള്ളവരോ ആരും അവരെ കേൾക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാനായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. പക്ഷെ നിങ്ങളെന്ന് പറയുന്ന വ്യക്തി ഒരുപാട് പ്രോത്സാഹനം കൊടുക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് അദ്ദേഹം കാണുന്നത്. നിങ്ങളുടെ പ്രോത്സാഹനമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ ചുവടും വെക്കുന്ന, എന്താ പറയുക, എല്ലാ രീതിയിലും അവരുടെ ഉയർച്ചയ്ക്കുള്ളൊരു പ്രോത്സാഹനം നിങ്ങൾ തന്നിട്ടുള്ളതാണെന്നാണ് അവരിപ്പോഴും വിശ്വസിക്കുന്നത്. നിങ്ങൾക്കും അങ്ങനെ തന്നെയായിരിക്കും. നിങ്ങൾ മേ ബി എല്ലാം കൊണ്ടും വളരെയധികം എന്താ പറയുക, ചെറിയൊരു സർക്കിളിൽ കിടന്ന് ജീവിച്ചവരായിരിക്കണം നിങ്ങൾ ഒരുപാട് പ്രോത്സാഹിപ്പിച്ചിട്ട് നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്തത് ഇദ്ദേഹമായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ നമ്മൾ നോക്കിയത് എന്തായിരുന്നു, ആത്മാർത്ഥമായിട്ടാണോ ആ ഒരു പേഴ്സൺ നിങ്ങളിൽ നിൽക്കുന്നതെന്നാണ്. അപ്പോൾ 90% ആൾക്കാർക്കും ഇവിടെ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത്. നിങ്ങളുടെ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹബന്ധം കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ട് അവർക്ക് ലൈഫ് ലോങ് വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളെപ്പോലെ തന്നെ അദ്ദേഹവും ആലോചിക്കുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് വരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, അല്ലെങ്കിൽ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ്, എന്താ പറയുക, എന്തെങ്കിലും ഒരു നോ കോണ്ടാക്ട് ഇഷ്യൂസ് ഒക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം വിള്ളലുകൾ വരുത്തുന്നതായിട്ട് കാണുന്നുണ്ട്. ചില കേസുകളിൽ ഇവർക്ക് ഭയങ്കര ഈഗോ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈഗോ കാരണം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് മിണ്ടാനുള്ളൊരു ഈഗോ, അതാണ് മെയിൻ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ ഇവിടെ കാണുന്നത്. പക്ഷേ
അവർ നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളും അവർക്ക് വേണ്ടിയിട്ട്, അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രെയർ ചെയ്യുന്നുണ്ട്. എത്ര പെട്ടെന്ന് ഒരു റീയൂണിയൻ ഉണ്ടാവണം. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. ഇത്രയും കാലത്തെ കാര്യങ്ങളൊക്കെ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാനുണ്ട് എന്നുള്ളതാണ് അവരുടെ മനസ്സുകൊണ്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. പക്ഷെ ഒരു കോൺടാക്റ്റിലേക്ക് വരാനായിട്ടുള്ളൊരു ടൈം ആയിട്ടില്ല, അല്ലെങ്കിൽ ഡിവൈൻ ടൈം ആയിട്ടില്ല. ഡിവൈൻ പ്രോസസ്സിംഗ് ആണ് ഇതിൽ കൂടുതൽ പേർക്കും കാണുന്നത്. മജീഷ്യൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഡിവൈൻ പ്രോസസ്സിംഗ് ആണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും. നിങ്ങൾ രണ്ടുപേരും ഇന്റൻഷനലി ഇതിലേക്ക് വന്നവരായിരിക്കില്ല, നിങ്ങളെ കൊണ്ടെത്തിച്ചതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ഡിവൈൻ വർഷിപ്പ് ആണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ എനിക്ക് കാണുന്നത്. ലവേഴ്സ് ആണ് മോസ്റ്റ് ഓഫ് നിങ്ങളിലെ പല ആൾക്കാരും ഒരു സോൾമേറ്റ് ജേണിയിലാണ് നിൽക്കുന്നത്. കുറേ പേർക്ക് ഇവിടെ എന്താ പറയുക, ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്. ദ വേൾഡ് കാർഡ് ഫിസിക്കലി നിങ്ങൾ ഒരുമിച്ചായിരിക്കില്ല, വളരെയധികം ഡിസ്റ്റൻസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഫോൺ ത്രൂ ആയിരിക്കും ഭൂരിപക്ഷം പേർക്കും ഇവിടെ ഒരു കോണ്ടാക്ട് ഉള്ളതായിട്ട് കാണുന്നത്. അവിടെ പലർക്കും ഇപ്പോൾ ഒരു കോണ്ടാക്ട് സിറ്റുവേഷനിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒരുപാട് പേർക്ക് നോ കോണ്ടാക്ട്, എന്താ പറയുക, വലിയൊരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഒന്നും ഇല്ലെങ്കിലും പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു കല്ലുകടിയോടുകൂടി മുന്നോട്ട് പോകുന്ന അത്ര കണ്ടൊരു സാറ്റിസ്ഫൈഡ് ആവുന്നില്ല നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ. അതായത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ റിലേഷൻഷിപ്പിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്നല്ല, നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ കഴിഞ്ഞിട്ട് ബാക്കി എല്ലാം ഉള്ളൂ. പക്ഷേ എന്താ പറയുക, നിങ്ങൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല, അല്ലെങ്കിൽ രണ്ടുപേരും ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല. നിങ്ങളുടെ ഒരു കമ്മ്യൂണിക്കേഷൻ മിസ്അണ്ടർസ്റ്റാൻഡിങ്ങോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂ നിങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഇവിടെ മെയിനായിട്ട്. ഇവിടെ സ്റ്റക്നെസ് ഉണ്ട്. ദ ഹാങ്ഡ് മാൻ കാർഡ് ഇവിടെ വന്നിട്ടുണ്ട്. സ്റ്റക്നെസ് ആണ് മെയിനായിട്ടുള്ളത്. പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് പണ്ടുള്ള പോലത്തെ ഒരു തുറന്നു പറച്ചിൽ, അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ ഷെയർ ചെയ്തിരുന്ന പോലെയൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സ് തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ കാണുന്നുണ്ട്. ഭൂരിഭാഗം പേർക്ക് ഇവിടെ ഒരു ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് ഇവിടെ കാണുന്നത്. ജസ്റ്റിസ് കാർഡ് ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് ഇവിടെ മെയിനായിട്ട് വന്നിട്ടുള്ളത്. പലരുടെ കേസിലും ആവശ്യമില്ലാതെ നിങ്ങൾ അവരെ സംശയിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരായിരിക്കും നിങ്ങളെ സംശയിക്കുന്നുണ്ടായിരിക്കുക. ഈ ഒരു എനർജീസ് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് അവരുടെ കേസിലും ഇവരുടെ കേസിലും രണ്ടുപേരുടെയും വരാം. അപ്പോൾ എന്തെങ്കിലും രീതിയിലുള്ള ട്രസ്റ്റ് ഇഷ്യൂസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അത്. പക്ഷെ വെറും നിങ്ങളുടെ മിഥ്യാധാരണയാണ്. അങ്ങനത്തെ ഒരു കാര്യം ഇവിടെ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറച്ചൊരു പേഴ്സണൽ ഇഷ്യൂസ് വേറെ ഉണ്ട്. ഫിനാൻഷ്യലി ആണെങ്കിലും കരിയർ വൈസ് ആണെങ്കിലും ഒരു ഇഷ്യൂസ് അവിടെ കാണുന്നുണ്ട്. അതുകൊണ്ട് മാത്രമായിരിക്കാം നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കുക. അത് എത്രയും പെട്ടെന്ന് തന്നെ അത് തീർത്തിട്ട് നിങ്ങൾക്ക് തമ്മിലുള്ളൊരു റീയൂണിയൻ അവിടെ ഉണ്ടാവുന്നുണ്ട്. കാരണം ഒരുപാട് ആഗ്രഹമുണ്ട്. ഇവിടെ 3 of Wands കിട്ടിയിട്ടുണ്ട് ആൻഡ് 6 of Wands കിട്ടിയിട്ടുണ്ട്. ഒരുപാട് ആഗ്രഹമുണ്ട്. ആ ഒരു പേഴ്സൺ കറൻ്റ്ലി വളരെയധികം കഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. പല സിറ്റുവേഷനിലും സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളും അതേപോലെ തന്നെയാണ്. നിങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതേ ഒരു വൈബ്രേഷനിൽ അവർക്കും കിട്ടുന്നുണ്ടായിരിക്കും. കാരണം വളരെയധികം നിങ്ങളുടെ സോള് അവർ ഒരുപാട് അവരുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ സോളും അതെ സോളുകൾ തമ്മിലുള്ളൊരു എന്താ പറയുക, ഒരു കണക്ഷൻസ് അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തൊക്കെ ഫീൽ ചെയ്യുന്നു അതേപോലെ തന്നെ നിങ്ങൾ എങ്ങനെയൊക്കെയാണോ സ്ട്രഗിൾ ചെയ്യുന്നത് അതേ തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുകളും സ്ട്രഗിൾസും അവിടെയും കാണപ്പെടുന്നുണ്ട്. ജോബിൽ അല്ലെങ്കിൽ അവരുടെ കരിയറിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അവർക്ക് നിങ്ങളുടെ അടുത്തൊരു വന്നിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്തുകൊണ്ടോ അനുയോജ്യമല്ല എന്നതാണ് കാണുന്നത്. ഒരു ഡിവൈൻ ടൈം ആകുമ്പോൾ ഈ രണ്ടുപേരുടെ മനസ്സിലുള്ളൊരു ബ്ലോക്കേജ്, ചിലപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സാഹചര്യങ്ങൾ ഉണ്ടാവും, ഒന്ന് മിണ്ടാനും സംസാരിക്കാനൊക്കെ സാഹചര്യങ്ങൾ ഉണ്ടാകും. പക്ഷേ എന്താ പറയുക, എന്തോ ഒരു ബ്ലോക്കേജ് നിങ്ങൾക്കിടയിൽ ഇങ്ങനെ കളിക്കുന്നുണ്ടായിരിക്കും. അതിനൊരു ഡിവൈൻ ടൈമിംഗ് ഉണ്ട്. ആ ഒരു ടൈമിലേക്ക് മാത്രമേ രണ്ടുപേരുടെ മനസ്സും ഫ്രീ ആവത്തുള്ളൂ. ആ ഒരു ടൈമിലേക്ക് റീയൂണിയൻ സംഭവിച്ചാൽ അതൊരു നല്ല രീതിയിൽ മുന്നോട്ട് പോകുള്ളൂ. അല്ലെങ്കിൽ അഗെയിൻ ഇവിടെ വീണ്ടും വീണ്ടും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരിക്കും. കുറേ പേർക്ക് ഇവിടെ ഓൺ ആൻഡ് ഓഫ് കണക്ഷൻസ് ആണ് മെയിനായിട്ട് കാണുന്നത്. ചിലപ്പോൾ ആ ഒരു വ്യക്തി വന്നിട്ട് ഇപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കാണുന്നത്. കാരണം ചില ടൈമിൽ വളരെയധികം സ്നേഹങ്ങൾ എപ്പോഴും വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക. അതിന് പിറ്റേ ദിവസം അഗെയിൻ വേറൊരാളായിരിക്കും. ഒട്ടും എന്താ പറയുക, ഇന്നലത്തെ കണ്ടിട്ടുള്ള ഒരാളെ ആയിരിക്കില്ല പിറ്റേ ദിവസം വരുമ്പോൾ. ഒട്ടും എന്താ പറയുക, ചിലപ്പോൾ എന്തെങ്കിലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവമൊക്കെ ആയിട്ടുള്ള ഒരു പ്രകൃതക്കാരാണ് മെയിനായിട്ട് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ തന്നെ വണ്ടടിക്കുന്നത് എന്ത് ഇങ്ങനെയൊക്കെ ഇന്നലെ പറഞ്ഞു പോയിട്ടുള്ള ഒരാളെ അല്ലല്ലോ എന്ന് ആലോചിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മളിന്ന് നോക്കിയത് ആ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് ആത്മാർത്ഥമായിട്ടാണോ നിന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ആ ഒരു പേഴ്സൺ നിങ്ങളെടുത്ത് ആത്മാർത്ഥമായിട്ടാണ് നിന്നിട്ടുള്ളത്. ഇപ്പോഴും ആത്മാർത്ഥത ഉള്ളൊരു പേഴ്സൺ ആയിട്ടാണ് കാണുന്നത്. ആ ഒരു പേഴ്സൻ്റെ ലൈഫിലേക്ക് ഇനി എന്തൊക്കെ വന്നാലും പോയാലും നിങ്ങൾക്കുള്ള സ്ഥാനം ആ ഒരു അവരുടെ മനസ്സിൽ എപ്പോഴും ഒഴിഞ്ഞു തന്നെ കെടുക്കും എന്നുള്ളതാണ്. നിങ്ങൾക്കും അതെ, നിങ്ങളുടെ ലൈഫിൽ ഇനി ആരൊക്കെ വന്നാലും പോയാലും അവർക്ക് കൊടുത്തിട്ടുള്ള പോലത്തെ ഒരു സ്ഥാനം നിങ്ങൾക്ക് ആർക്കും കൊടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല.